ഇത് CTET-ൻ്റെ 2024 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സോഷ്യൽ സയൻസ് എടുക്കാം. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ 31 തൊട്ട് 90 വരെയുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. സോഷ്യൽ സയൻസ് വരുന്നത് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് നമ്മൾ സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസോ ഫോക്കസ് ചെയ്താൽ മതി. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. അപ്പോൾ തന്നെ അറിയാം അവർ നമ്മളെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് അവർ തരുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. ഗൃഹപതി എന്ന് കൊടുത്തേക്കുന്നത് ലാൻഡ്ലെസ് ലേബറിനെയാണ്. ഷ്രിൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഫാമേഴ്സ്. അടിമ എന്ന് പറയുന്നത് കോസ്റ്റൽ സെറ്റിൽമെൻറ്റ്. അരികമേട് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് പേഴ്സൺ. ഇങ്ങനെയാണ് അവർ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം നമ്മളുടെ ഒരു ചെറിയൊരു നോളജ് വെച്ച് നമുക്ക് പെട്ടെന്നൊരു മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് അടിമയെന്ന് പറയുമ്പം എപ്പോഴും എന്താണ് ലാൻഡ്ലെസ് ലേബറാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സി എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലോട്ട് എടുക്കുമ്പോഴത്തേക്കിന് സി എന്ന് പറയുന്നത് ഏതാണ് വന്നിരിക്കുന്നത് 1. ബാക്കിയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സി എന്ന് പറയുന്നത് 4, സി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് 3 ആണ്. ഇതിൽ നമ്മൾക്ക് കൺഫേം ആയിട്ട് അറിയാവുന്ന ഒരു ആൻസറാണ് അടിമയെന്ന് പറയുന്നത് ലാൻഡ്ലെസ് ലേബറാണ്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നോക്കിയാൽ മതി. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് തന്നെയാണ് ഉത്തരവെന്ന്. വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഗൃഹപതി നോക്കാം. ഗൃഹപതി എന്ന് പറയുന്നത് അവർ എന്താണ് ഒരു ഓണറാണ്. അപ്പോൾ വരുമ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ഫാമേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒരു ഓണറായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് ഗൃഹപതി എന്ന് പറയുമ്പോഴത്തേക്കിന് രണ്ടാമത്തെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും എ എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 1. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ 3 എന്ന് പറയുന്നതാണ് ഉത്തരം. വെരി സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ.